ഹലോ ഫ്രണ്ട്സ്, എന്താ പറയുക, എൻ്റെ പേര് ജിത്തു ആണ്. കുറച്ച് സംശയങ്ങൾ കാരണം വെച്ചാൽ നമ്മളെ യൂട്യൂബിൽ നമ്മൾ കുറേ സംശയങ്ങൾ ചോദിച്ചാലും കമൻ്റൊക്കെ ഇട്ടാലും പക്ഷേ കമൻറ്റ് റീപ്ലൈ വരുന്നതിലൊക്കെ കുറേ സമയം എടുക്കും. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താലും അങ്ങനെ കുറച്ച് സംശയങ്ങൾ ഇനി എന്തായാലും സിമ്പിളായിട്ട് തന്നെ ചോദിച്ചാൽ നമുക്ക് നേരിട്ട് മറുപടി കിട്ടുമല്ലോ. ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും കാണുകയാണെങ്കിൽ എന്താ പറയുക, അപ്പോൾ നമ്മളെ ഫേസ്ബുക്കിൽ നമ്മളിപ്പം വീഡിയോസൊക്കെ ഇട്ട് അതിൽ എന്താണ് പ്രൊഫൈൽ സം ഇഷ്യൂ എന്ന് വന്നിട്ട് റെക്കമെൻഡബിൾ അറ്റ് റിസ്ക് എന്ന് വന്നാൽ നമ്മളെന്താ ചെയ്യേണ്ടത് എന്നുള്ള യൂട്യൂബിൽ കുറച്ച് വീഡിയോ കണ്ടു. ആ വീഡിയോ അനുസരിച്ച് അതിലുള്ള സാധനങ്ങൾ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തു. പിന്നെ ആ ഇഷ്യൂ വന്ന സാധനം സ്ക്രീൻഷോട്ട് എടുത്തു. നമ്മൾ പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് എന്താ പറയുക, അതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ബഗ് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇപ്പോൾ 1 മാസത്തിലധികമായി. പക്ഷേ ഒരു റീപ്ലൈയും വന്നിട്ടില്ല, ജിമെയിലും വന്നില്ല, നോട്ടിഫിക്കേഷനും വന്നില്ല. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. പിന്നെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ റെക്കമെൻഡബിൾ അറ്റ് റിസ്ക് എന്ന് വന്നതിന് ശേഷം ഇപ്പോൾ റീച്ചും കാര്യങ്ങളും പറ്റ ലവായി. എന്നാലും കുഴപ്പമില്ല, ചില വീഡിയോക്കൊക്കെ അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. പറയുമ്പോൾ 50K ഫോളോവേഴ്സായി, എന്താ പറയുക, 10 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്, റിയാക്ഷൻസും എല്ലാം അത്യാവശ്യമുണ്ട്. എന്നാലും മോണിറ്റൈസ് ആയിട്ടില്ല അത്. അപ്പം ഇതൊക്കെ ഒരു സംശയങ്ങളാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ എന്താ പറയുക, ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും അതിൽ എന്താ പറയുക, നമ്മളെ ഷോർട്സിന് ചിലതിനൊക്കെ 1.7 വന്നാലും ഈ എന്താ പറയുക 90 ദിവസത്തിനുള്ളിൽ 9 മില്യൺ ആയാലാണല്ലോ നമുക്ക് മോണിറ്റൈസ് ആവുക. അല്ല, 10 മില്യൺ ആയാൽ, അല്ലെങ്കിൽ 3 മില്യൺ ആയാൽ ഹാഫ് മോണിറ്റൈസേഷൻ. പക്ഷേ ഇത്രയൊക്കെ വന്നിട്ടും ഈ ഇതിൽ കാൽക്കുലേഷൻ നമ്മൾ YT സ്റ്റുഡിയോ പോയി നോക്കുമ്പം അതിലെപ്പോഴും ഒരു 1.5 അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു സംശയങ്ങളാണ്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ എന്താ പറയുക, നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഈ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റിൽ അതൊക്കെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ. പക്ഷേ നമ്മൾ അവരുടെ ഓരോ വീഡിയോ കണ്ട് അതിൽ നോക്കിയിട്ട് ചെയ്തിട്ടും ഈ സാധനങ്ങളൊന്നും അത്ര കണ്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ആരെങ്കിലും അറിയുന്നതുകൊണ്ട് ഒന്ന് സഹായിച്ചാൽ. എൻ്റെ പേര് ജിത്തു ആണ്. എൻ്റെ ചാനൽ ജിത്തു വൈബ്സ് എന്നാണ്. അപ്പം ഞാൻ ചാനൽ തുടങ്ങിയത്, പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 3K ആയിട്ടുണ്ട്. അതിനകത്തൊന്നും ആയിട്ടില്ല. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് വീഡിയോ ആദ്യം 1-2 വീഡിയോ ഇട്ടിരുന്നു, പിന്നെ ഇടാറൊന്നുമില്ലായിരുന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അതിനൊക്കെ 1K 2K, ചിലതൊക്കെ 100K പോകുന്നുണ്ട്, ചിലത് 1 മില്യൺ പോകുന്നുണ്ട്, ചിലത് 300K പോകുന്നുണ്ട്, ചിലത് 40K പോകുന്നുണ്ട്. ഷോർട്സ് കിട്ടോ, വലിയ വീഡിയോസിന് അധികം വ്യൂവേഴ്സൊന്നുമില്ല. അപ്പം ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് 1K ആണ്, 1.3K ആണ്. ഇതൊക്കെ ഒരു സംശയമാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഈ സംശയം മൊത്തത്തിലൊന്ന് ദൂരീകരിച്ച് തരികയാണെങ്കിൽ നമുക്കൊരു ഉപകാരമായിരുന്നു. എന്തായാലും എല്ലാവരോടും നന്ദിയുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതുപോലെ ഓരോ സംശയങ്ങളുമായി ഞാൻ ഇനി വീഡിയോ ആയിട്ട് വരും. ഓക്കെ.